ബറക്കത്ത് ലഭിക്കാനുള്ള വല്ല കാര്യങ്ങളും ചെയ്യാറുണ്ടോ? കുഞ്ഞുനാളിലെ ബറക്കത്ത് ലഭിക്കണമെന്നും അത് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് തന്നെ പ്രവേശിക്കണമെന്നും ഇസ്ലാമിൽ നിർദ്ദേശമുള്ളതായി കാണാം. അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീത്തിൽ കാണാം, എനിക്ക് ഒരു കുട്ടി ജനിച്ചു. അപ്പോൾ തന്നെ ഞാൻ ഉടനെ ആ കുട്ടിയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഞാൻ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുട്ടിക്ക് ഇബ്രാഹിം എന്ന് നാമകരണം ചെയ്തു. പിന്നെ കാരക്ക കൊണ്ട് മധുരം നൽകുകയും ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീത്തിൽ ഇത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തൊക്കെ സഹാബികൾ ഒരു കുട്ടി പിറന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ വൈകാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് വേഗം പോവുകയും ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ജനിച്ച കുട്ടിക്ക് വാങ്കും ഇഖാമത്തൊക്കെ കൊടുത്ത ശേഷം കാരക്ക കൊണ്ട് മധുരം കൊടുക്കൽ സുന്നത്തുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അതായത് കാരക്ക ചവച്ച് വായിൽ എന്ത് ചെയ്യണം, തേച്ച് കൊടുക്കണം. കുട്ടിയുടെ വായ അല്പം തുറക്കുകയും ചെയ്യണം. അപ്പോഴാണ് കുറച്ചെങ്കിലും ഉള്ളിലേക്ക് ആ മധുരം ഇറങ്ങുകയുള്ളൂ. സ്വഹീഹായ ഹദീസൊക്കെ ഇതിന് രേഖയായി കാണാവുന്നതാണ്. ഇനി കാരക്ക ഇല്ലെങ്കിൽ തീ സ്പർശിക്കാത്ത മധുരമുള്ള തേന് പോലത്തെ ഏത് വസ്തുവും ഉപയോഗിക്കാവുന്നതാണ്. ഈ മധുരം നൽകുന്ന ആള് സജ്ജനങ്ങളിൽപ്പെട്ട ആളാവൽ അത്യാവശ്യമാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ആ തുപ്പുനീരിൻ്റെ ബറക്കത്ത് കുട്ടിയുടെ അകത്ത് പ്രവേശിക്കാൻ വേണ്ടിയാണിത്. ചെറുപ്പത്തിലേ എന്ത് ചെയ്യണം, ബറക്കത്ത് ഉള്ളിലേക്ക് പ്രവേശിക്കണമെന്നർത്ഥം. അതിലെല്ലാം ഒരുപാട് നല്ല ലക്ഷണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആധുനിക പഠനവും പറയുന്നത് മറ്റൊന്നല്ല, ജനിച്ച കുട്ടിക്ക് അല്പം ഗ്ലൂക്കോസിൻ്റെ ആവശ്യമുണ്ടെന്നും അത് നൽകാതിരുന്നാൽ ആ കുട്ടിക്ക് പല രോഗങ്ങളും വരാൻ അത് കാരണമാവുമെന്നാണ് ഇന്നത്തെ പഠനം. പിന്നെ ബാറക്കല്ലാഹു ലക ഫിൽ മൗഹൂബി ലക വ ശകർത അൽ വാഹിബ വ ബലഗ അശുദ്ധ വ റുസിഖ്ത ബിർറ എന്ന പ്രാർത്ഥനയിലൂടെ കുട്ടിയുടെ രക്ഷിതാവിനെ ആശംസിക്കുകയും ആ ആശംസക്ക് ജസാക്കല്ലാഹു ഖൈറ എന്ന് കുട്ടിയുടെ രക്ഷിതാവ് മറുപടി പറയുകയും വേണമെന്ന് അത് സുന്നത്താണെന്നൊക്കെ കിതാബിൽ കാണാം.